ഹലോ, ഈ സെഷനിലേക്ക് സ്വാഗതം. ഇലക്ട്രോണിക്സിൽ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്സ് അഥവാ ഐസിസ് ഇലക്ട്രോണിക് സർക്യൂട്ട്സിൻ്റെ പ്രധാന ഭാഗങ്ങളാണ്. ഈ ഐസികൾ ശരിയായി പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് വേഗത്തിലും കൃത്യതയോടെയും പരിശോധിക്കാനായി ഉപയോഗിക്കുന്ന പ്രധാന ടൂളുകളാണ് ഡിജിറ്റൽ ഐസി ടെസ്റ്റേഴ്സ്. ഐസികളെ ഡിജിറ്റൽ ഐസി ടെസ്റ്റേഴ്സ് ഉപയോഗിച്ച് എങ്ങനെ ഫലപ്രദമായി പരിശോധിക്കാം എന്ന് മനസ്സിലാക്കാൻ ഈ സെഷൻ നിങ്ങളെ സഹായിക്കും. ലക്ഷ്യങ്ങൾ. ഈ സെഷന്റെ അവസാനം നിങ്ങൾക്ക് സാധ്യമാകുന്ന കാര്യങ്ങൾ: ഒരു ഡിജിറ്റൽ ഐസി ടെസ്റ്റ് ചെയ്യുന്നതിനുള്ള ഒരു ഉപകരണത്തിന്റെ പ്രധാന ഹാർഡ്വെയർ ഘടകങ്ങൾ തിരിച്ചറിയുക. ഒരു നിശ്ചിത ഡിജിറ്റൽ ഐസിയുടെ പാക്കേജ് തരം, ലോജിക് ഫാമിലി, പിൻ നമ്പർ എന്നിവ തിരിച്ചറിയുക. ഡിജിറ്റൽ ഐസി ടെസ്റ്റർ ഉപയോഗിച്ച് ഒരു നിശ്ചിത ഐസി ടെസ്റ്റ് ചെയ്യുക. ഐസി ടെസ്റ്ററിന്റെ ഭാഗങ്ങൾ. ഒരു ഡിജിറ്റൽ ഐസി ടെസ്റ്ററിന് താഴെ പറയുന്ന ഭാഗങ്ങളുണ്ട്: ഡിസ്പ്ലേ യൂണിറ്റ്, കീപാഡ്, ZIF സോക്കറ്റ്സ്, ഫംഗ്ഷൻ ഇൻഡിക്കേറ്റേഴ്സ്, കറന്റ് മോഡ്, റിസൾട്ട് ഇൻഡിക്കേറ്റേഴ്സ്, പവർ സപ്ലൈ, സ്റ്റാറ്റസ്. ഇനി നമുക്ക് ഈ ഭാഗങ്ങൾ ഓരോന്നും സംക്ഷിപ്തമായി മനസ്സിലാക്കാം. പവർ സപ്ലൈ സ്റ്റാറ്റസ്. ഇമേജിൽ നേരിട്ട് കാണപ്പെടുന്നില്ലെങ്കിൽ പോലും ഡിവൈസ് എപ്പോഴാണ് പവർ ഓൺ എന്ന് കാണിക്കുന്ന ഒരു പവർ സപ്ലൈ ഇൻപുട്ട്, ഒരു പവർ സ്റ്റാറ്റസ് ഇൻഡിക്കേറ്റർ LED കൂടാതെ ഉണ്ടായിരിക്കും. ഡിസ്പ്ലേ യൂണിറ്റ് ഏറ്റവും മുകൾ ഭാഗത്തെ ആൽഫ ന്യൂമറിക് ഡിസ്പ്ലേ ഔട്ട് ഫലങ്ങളും IC കോഡുകൾ, ടെസ്റ്റിംഗ് മോഡുകൾ, എറർ മെസ്സേജുകൾ തുടങ്ങിയ ആവശ്യമായ മറ്റു വിവരങ്ങളും കാണിക്കുന്നു. കീപാഡ് ന്യൂമറിക് കീകളോടുകൂടിയ കീപാഡ് നമ്പറുകൾ എൻ്റർ ചെയ്യാൻ അല്ലെങ്കിൽ ചില ഫംഗ്ഷനുകൾ തിരഞ്ഞെടുക്കാൻ ഉപയോഗിക്കുന്നു. നിശ്ചിത പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നതിനുള്ള ഫംഗ്ഷൻ കീകളും ക്ലിയർ, എൻ്റർ, ചിലപ്പോൾ IC ടെസ്റ്റുകളുടെ കോമൺ ഫീച്ചറുകളോട് ചേർന്ന് വരുന്ന ഓട്ടോ ഫൈൻഡ്, പിൻ ടെസ്റ്റ്, ലൂപ്പ് ടെസ്റ്റ് തുടങ്ങിയ കമാൻഡ് കീകളും ഇതിലുണ്ടാകും. ഡിവൈസ്, ഇൻപുട്ട് ഡാറ്റ എന്നിവയുമായി ഇന്ററാക്ട് ചെയ്യാനും കമാൻഡുകൾ നിർവഹിക്കാനും ഈ കീകൾ ഉപയോക്താവിനെ സഹായിക്കുന്നു. 0 ഇൻസേർഷൻ ഫോർ സെക്കൻഡ്സ്. LED ഇൻഡിക്കേറ്ററുകളോടുകൂടിയ 2 ZIF സോക്കറ്റുകളുണ്ട്. ZIF സോക്കറ്റുകൾ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് ഐസികൾ കേടുകൂടാതെ എളുപ്പത്തിൽ ഇൻസേർട്ട് ചെയ്യാനും നീക്കം ചെയ്യാനും കഴിയുന്ന വിധമാണ്. പിന്നിന്റെ അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്ന ടെസ്റ്റിന്റെ തൽസ്ഥിതി LED സൂചിപ്പിക്കുന്നു. ടെസ്റ്റിന് വിധേയമാകുന്ന ഐസികൾ സ്ഥാപിക്കുന്നത് ഈ സോക്കറ്റുകളിലാണ്. ഫംഗ്ഷൻ ഇൻഡിക്കേറ്റേഴ്സ്. ZIF സോക്കറ്റുകൾക്ക് തൊട്ടടുത്തുള്ള LED ഇൻഡിക്കേറ്ററുകൾ ടെസ്റ്റിംഗ് സമയത്ത് IC പിന്നുകളുടെ ലോജിക് ലെവലുകൾ ഡിസ്പ്ലേ ചെയ്യാൻ അല്ലെങ്കിൽ ഏത് പിന്നാണ് ടെസ്റ്റ് ചെയ്യപ്പെടുന്നത് എന്ന് സൂചിപ്പിക്കാൻ ഉപയോഗിക്കാവുന്നതാണ്. കറന്റ് മോഡ്, റിസൾട്ട് ഇൻഡിക്കേറ്റേഴ്സ്. ഡിസ്പ്ലേ പാനലിൽ കറന്റ്, മോഡ്, റിസൾട്ട് എന്നിവയ്ക്കുള്ള സൂചകങ്ങളുണ്ട്. ഇവ യഥാക്രമം ICയിലൂടെ കടന്നുപോകുന്ന കറന്റ്, ടെസ്റ്ററിന്റെ ഓപ്പറേഷൻ മോഡ്, ICയുടെ ഫലം എന്നിവ സൂചിപ്പിക്കുന്നു. ഒരു IC ടെസ്റ്ററിന്റെ ഓപ്പറേഷൻ മോഡുകൾ. IC ടെസ്റ്ററിന്റെ 2 ഓപ്പറേഷൻ മോഡുകളുണ്ട്: ഓട്ടോ മോഡ്, മാനുവൽ മോഡ്. ഡിജിറ്റൽ IC ടെസ്റ്റർ ഉപയോഗിച്ച് ICയുടെ വർക്കിംഗ് കണ്ടീഷൻ തിരിച്ചറിയൽ. ഇതിനായി നമുക്ക് ഇനി പറയുന്ന ടൂളുകൾ, എക്യുപ്മെന്റുകൾ, മെറ്റീരിയലുകൾ എന്നിവ ആവശ്യമാണ്. ഡിജിറ്റൽ IC ടെസ്റ്റർ ഒരെണ്ണം, ഡിജിറ്റൽ മൾട്ടിമീറ്റർ ഒരെണ്ണം, അസോർട്ടഡ് ഡിജിറ്റൽ ICകൾ ആവശ്യമായത്. IC പാരാമീറ്ററുകൾ തിരിച്ചറിയൽ. ഇതിനായി ആദ്യം നമുക്ക് ICയുടെ ഏറ്റവും മുകളിൽ പ്രിന്റ് ചെയ്തിട്ടുള്ള പാർട്ട് നമ്പർ നോക്കാം. ഇത് ICയുടെ താഴെ കൊടുത്ത പോലുള്ള ചില അടിസ്ഥാന വിവരങ്ങൾ നൽകുന്നു: ലോജിക് ഫംഗ്ഷൻ, ലോജിക് ഫാമിലി, പെർഫോമൻസ്, പവർ ഡിസിപ്പേഷൻ, നിർമ്മാതാവ്, പാക്കേജ് ടൈപ്പ്. IC ടെസ്റ്റർ ഉപയോഗിച്ച് IC നമ്പർ തിരിച്ചറിയൽ. നിങ്ങൾക്ക് IC നമ്പർ അറിയില്ലെങ്കിലോ IC നമ്പർ കാണാൻ പറ്റുന്നില്ലെങ്കിലോ നിങ്ങൾക്കത് IC ടെസ്റ്റർ ഉപയോഗിച്ച് തിരിച്ചറിയാം. ഇതിനുള്ള സ്റ്റെപ്പുകൾ ഏതെല്ലാമെന്ന് നോക്കാം. സ്റ്റെപ്പ് 1. IC ടെസ്റ്റർ സജ്ജമാക്കുക. IC ടെസ്റ്റർ ഓഫ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക. ഓറിയന്റേഷൻ കൃത്യമായി അലൈൻ ചെയ്തുകൊണ്ട് IC ടെസ്റ്റിന്റെ 0 ഇൻസേർഷൻ ഫോഴ്സ് സോക്കറ്റിൽ ശരിയായി ഇൻസേർട്ട് ചെയ്യുക. പലപ്പോഴും ICയിൽ ഒരു പുള്ളിയോ ബിന്ദുവോ കൊണ്ട് ഇത് സൂചിപ്പിക്കുന്നു. സ്റ്റെപ്പ് 2. ടെസ്റ്ററിൽ പവർ. ഡിജിറ്റൽ IC ടെസ്റ്റർ ഓൺ ചെയ്യുകയാണ് അടുത്ത പടി. സ്റ്റെപ്പ് 3. ക്ലിയർ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇതിനായി ടെസ്റ്റർ ഇന്റർഫേസിലുള്ള ഓപ്ഷനിൽ പോവുക. IC ടെസ്റ്ററിലെ ക്ലിയർ ബട്ടൺ അമർത്തുക. സ്റ്റെപ്പ് 4. സെർച്ച് ആരംഭിക്കുക. ഇതിനായി IC ടെസ്റ്ററിലുള്ള ഓട്ടോ സെർച്ച് ബട്ടൺ അമർത്തുക. സ്റ്റെപ്പ് 5. റിസൾട്ടിന് കാക്കുക. ടെസ്റ്റർ അതിന്റെ ഡാറ്റാബേസുമായി ബന്ധപ്പെട്ട ICയുടെ വിവിധ പാരാമീറ്ററുകൾ പരിശോധിക്കാൻ കുറച്ച് സമയമെടുക്കും. സ്റ്റെപ്പ് 6. IC നമ്പർ വായിക്കുക. ടെസ്റ്റർ ICയെ തിരിച്ചറിഞ്ഞാൽ അത് സ്ക്രീനിൽ IC നമ്പർ ഡിസ്പ്ലേ ചെയ്യും.
നിങ്ങളുടെ റെഫറൻസിനായി IC നമ്പർ കുറിച്ചു വയ്ക്കുക. സ്റ്റെപ്പ് 7. IC നീക്കം ചെയ്യുക. തകരാർ ഒഴിവാക്കാനായി IC നീക്കം ചെയ്യുന്നതിന് മുൻപ് ടെസ്റ്ററിന്റെ പവർ ഓഫ് ചെയ്യുക. മറ്റ് 2 ICകൾ ഉപയോഗിച്ച് ഇതേ പ്രൊസീജിയർ ആവർത്തിക്കുക. രണ്ടാമത്തെ IC ടെസ്റ്ററിൽ വയ്ക്കുക. അതിനുശേഷം ക്ലിയർ ബട്ടൺ ക്ലിക്ക് ഓൺ ചെയ്യുക. അപ്പോൾ സ്ക്രീൻ ക്ലിയർ ആകും. ഇനി ഓട്ടോ സെർച്ച് അമർത്തുക. അപ്പോൾ IC നമ്പർ ഡിസ്പ്ലേ ചെയ്യപ്പെടും. ഇപ്പോൾ IC സുരക്ഷിതമായും സൂക്ഷ്മമായും നീക്കം ചെയ്യുക. അടുത്തതായി മൂന്നാമത്തെ IC ടെസ്റ്ററിൽ വയ്ക്കുക. അതിനുശേഷം ക്ലിയർ ബട്ടൺ ക്ലിക്ക് ഓൺ ചെയ്യുക. അപ്പോൾ സ്ക്രീൻ ക്ലിയർ ആകും. ഇനി ഓട്ടോ സെർച്ച് അമർത്തുക. അപ്പോൾ സ്ക്രീനിൽ IC നമ്പർ ഡിസ്പ്ലേ ചെയ്യപ്പെടും. ഇപ്പോൾ IC സുരക്ഷിതമായും സൂക്ഷ്മമായും നീക്കം ചെയ്യുക. ഡിജിറ്റൽ IC ടെസ്റ്റർ ഉപയോഗിച്ച് ICയുടെ വർക്കിംഗ് കണ്ടീഷൻ തിരിച്ചറിയൽ. ഇതിൽ ഇനി പറയുന്ന സ്റ്റെപ്പുകൾ ഉൾപ്പെടുന്നു. സ്റ്റെപ്പ് 1. IC ടൈപ്പ് തിരിച്ചറിയൽ. ആദ്യം നിങ്ങൾ ടെസ്റ്റ് ചെയ്യുന്ന ICയുടെ ടൈപ്പ്, മോഡൽ എന്നിവ അറിയേണ്ടതുണ്ട്. വ്യത്യസ്ത ICകൾക്ക് വ്യത്യസ്തങ്ങളായ കോൺഫിഗറേഷനുകളും ഫംഗ്ഷനുകളും ഉള്ളതിനാൽ ഏതുതരം ICയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെന്ന് കൃത്യമായി അറിയേണ്ടത് നിർണായകമാണ്. സ്റ്റെപ്പ് 2. ടെസ്റ്റർ പവർ ഓഫ് ചെയ്യുക. IC ടെസ്റ്റർ ഇൻസേർട്ട് ചെയ്യുന്നതിന് മുമ്പ് IC, ടെസ്റ്റർ എന്നിവയ്ക്ക് തകരാർ സംഭവിക്കാതിരിക്കാനായി ഡിജിറ്റൽ IC ടെസ്റ്റർ ഓഫ് ചെയ്തിരിക്കുന്നുവെന്ന് ഉറപ്പാക്കുക. സ്റ്റെപ്പ് 3. IC ഇൻസേർട്ട് ചെയ്യുക. IC ഹോൾഡറിലേക്ക് അല്ലെങ്കിൽ ടെസ്റ്ററിന്റെ ZIF സീറോ ഇൻസേർഷൻ ഫോഴ്സ് സോക്കറ്റിലേക്ക് ശ്രദ്ധാപൂർവം IC ഇൻസേർട്ട് ചെയ്യുക. ടെസ്റ്ററിന്മേൽ കാണിച്ചിട്ടുള്ള ഡയഗ്രവുമായി പൊരുത്തപ്പെടും വിധം ശരിയായ ICയുടെ ഓറിയന്റേഷൻ അലൈൻ ചെയ്യുന്നുവെന്ന് ഉറപ്പാക്കുക. സാധാരണ ICയിന്മേൽ കാണപ്പെടുന്ന ഒരു പുള്ളിയോ ബിന്ദുവോ പിൻ 1 IC ഹോൾഡറിലെ സമാനമായ അടയാളത്തോട് അലൈൻ ചെയ്തിരിക്കുന്നുവെന്ന് സൂചിപ്പിക്കുന്നു. സ്റ്റെപ്പ് 4. ടെസ്റ്റർ പവർ ഓൺ ചെയ്യുക. ഡിജിറ്റൽ IC ടെസ്റ്റർ ഓൺ ചെയ്യുക. സ്റ്റെപ്പ് 5. ടെസ്റ്റിംഗ് പ്രക്രിയ. IC തിരിച്ചറിയപ്പെട്ടു കഴിഞ്ഞാൽ ടെസ്റ്റർ ടെസ്റ്റിംഗ് പ്രക്രിയ ആരംഭിക്കും. ആദ്യം IC ടെസ്റ്ററിലെ ക്ലിയർ ക്ലിക്ക് ഓൺ ചെയ്യുക. തുടർന്ന് IC ടെസ്റ്ററിൽ IC നമ്പർ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം IC ടെസ്റ്ററിലെ ടെസ്റ്റ് ബട്ടൺ ക്ലിക്ക് ഓൺ ചെയ്യുക. സ്റ്റെപ്പ് 6. റിസൾട്ടുകൾ വായിക്കുക. ടെസ്റ്റ് പൂർണ്ണമായാൽ ടെസ്റ്റർ റിസൾട്ടുകൾ ഡിസ്പ്ലേ ചെയ്യും. ഇത് IC പ്രവർത്തിക്കുന്ന കണ്ടീഷൻ നല്ലതോ മോശമോ എന്ന് കാണിക്കുന്നു. സ്റ്റെപ്പ് 7. IC നീക്കം ചെയ്യുക. IC ശ്രദ്ധാപൂർവം പ്രവർത്തിക്കുന്നുവെന്ന് കണ്ടാൽ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രവർത്തന തകരാർ കണ്ടാൽ ടെസ്റ്റർ പവർ ഓഫ് ചെയ്ത് ശ്രദ്ധാപൂർവം IC നീക്കം ചെയ്യുക. മറ്റ് 3 ICകൾ ഉപയോഗിച്ച് ഇതേ പ്രൊസീജിയർ ആവർത്തിക്കുക. രണ്ടാമത്തെ IC ടെസ്റ്ററിൽ വച്ച് പവർ ഓൺ ചെയ്യുക. ക്ലിയർ ബട്ടൺ ക്ലിക്ക് ഓൺ ചെയ്യുക. നമ്മൾ ഇൻസേർട്ട് ചെയ്ത ICയുടെ IC നമ്പർ എൻ്റർ ചെയ്യുക. ടെസ്റ്റിംഗിനായി IC ടെസ്റ്ററിന്റെ ടെസ്റ്റ് ബട്ടൺ അമർത്തുക. ടെസ്റ്റർ റിസൾട്ടുകൾ ഡിസ്പ്ലേ ചെയ്യും. ഇത് IC പ്രവർത്തിക്കുന്ന കണ്ടീഷൻ നല്ലതോ മോശമോ എന്ന് കാണിക്കുന്നു. IC ടെസ്റ്റർ പവർ ഓഫ് ചെയ്ത് ശ്രദ്ധാപൂർവം IC നീക്കം ചെയ്യുക. അടുത്തതായി മൂന്നാമത്തെ IC ടെസ്റ്ററിൽ വയ്ക്കുക. IC ടെസ്റ്റർ പവർ ഓൺ ചെയ്യുക. ക്ലിയർ ബട്ടൺ ക്ലിക്ക് ഓൺ ചെയ്യുക. ഇൻസേർട്ട് ചെയ്ത ICയുടെ IC നമ്പർ എൻ്റർ ചെയ്യുക. ടെസ്റ്റിംഗിനായി IC ടെസ്റ്ററിന്റെ ടെസ്റ്റ് ബട്ടൺ അമർത്തുക. ടെസ്റ്റർ റിസൾട്ടുകൾ ഡിസ്പ്ലേ ചെയ്യും. ഇത് IC പ്രവർത്തിക്കുന്ന കണ്ടീഷൻ നല്ലതോ മോശമോ എന്ന് കാണിക്കുന്നു. IC ടെസ്റ്റർ പവർ ഓഫ് ചെയ്ത് ശ്രദ്ധാപൂർവം IC നീക്കം ചെയ്യുക. അടുത്തതായി നാലാമത്തെ IC ടെസ്റ്ററിൽ വയ്ക്കുക. IC ടെസ്റ്റർ പവർ ഓൺ ചെയ്യുക. ക്ലിയർ ബട്ടൺ ക്ലിക്ക് ഓൺ ചെയ്യുക. ഇൻസേർട്ട് ചെയ്ത ICയുടെ IC നമ്പർ എൻ്റർ ചെയ്യുക. ടെസ്റ്റിംഗിനായി IC ടെസ്റ്ററിന്റെ ടെസ്റ്റ് ബട്ടൺ അമർത്തുക. ടെസ്റ്റർ റിസൾട്ടുകൾ ഡിസ്പ്ലേ ചെയ്യും. ഇത് IC പ്രവർത്തിക്കുന്ന കണ്ടീഷൻ നല്ലതോ മോശമോ എന്ന് കാണിക്കുന്നു. IC ടെസ്റ്റർ പവർ ഓഫ് ചെയ്ത് ശ്രദ്ധാപൂർവം IC നീക്കം ചെയ്യുക. ഇവിടെ ഈ സെഷൻ അവസാനിക്കുന്നു. ഈ സെഷനിൽ നാം പഠിച്ച കാര്യങ്ങൾ: ഒരു ഡിജിറ്റൽ IC ടെസ്റ്റ് ചെയ്യുന്നതിനുള്ള ഉപകരണത്തിൻ്റെ പ്രധാന ഹാർഡ്വെയർ ഘടകങ്ങൾ തിരിച്ചറിയൽ, ഒരു നിശ്ചിത ഡിജിറ്റൽ ICയുടെ പാക്കേജ് തരം, ലോജിക് ഫാമിലി, പിൻ നമ്പർ എന്നിവ തിരിച്ചറിയൽ, ഡിജിറ്റൽ IC ടെസ്റ്റർ ഉപയോഗിച്ച് ഒരു നിശ്ചിത IC ടെസ്റ്റ് ചെയ്യൽ. വീഡിയോ കണ്ടതിന് നന്ദി. അടുത്ത സെഷനിൽ വീണ്ടും കാണാം.